കോട്ടക്കൽ മുനിസിപ്പാലിറ്റി UDFന് 32 സീറ്റിൽ 25 സീറ്റ് UDFനും 5 സീറ്റ് LDFനും 2 സീറ്റ് BJPയും നേടി. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ UDFന് ശക്തമായ മുന്നേറ്റം. 32 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിൽ UDF മുന്നേറിയപ്പോൾ LDFന് 5 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. BJPക്കാകട്ടെ ഒരു സീറ്റിൽ നിന്ന് 2 സീറ്റിലേക്ക് നില മെച്ചപ്പെടുത്തിയ കാഴ്ചയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. ചങ്കുവെട്ടി, ചുണ്ട, കോട്ടക്കൽ ടൗൺ, കോട്ടക്കൽ താഴെ, പാലപ്പുറ, ചീനമ്പത്തൂർ, കാവതികുളം വെസ്റ്റ്, കാവതികുളം ഈസ്റ്റ്, വലിയ പറമ്പ്, വെസ്റ്റ് വില്ലൂർ, പാപ്പായി, ഈസ്റ്റ് വില്ലൂർ, കൂരിയാട്, പണിക്കർകുണ്ട്, ഇന്ത്യനൂർ, മരവട്ടം, കോട്ടൂർ, മദ്രസപ്പടി, കുറ്റിപ്പുറം, ആലിൻചുവട്, പാലത്തറ, കോട്ടക്കുളം, പുലിക്കോട്, ചങ്കുവെട്ടിക്കുണ്ട് മുതലായ വാർഡുകളിൽ UDF ആധിപത്യം പുലർത്തിയപ്പോൾ മുളിയൻകൊട്ട, ആമപ്പാറ, ഖുർബാനി, തോക്കാമ്പാറ, പൂഴിക്കുന്ന് എന്നീ വാർഡുകളാണ് LDFന് തുണയായത്. അതേസമയം മൈത്രി നഗർ, നായടിപ്പാറ എന്നീ വാർഡുകളിലാണ് BJP സാന്നിധ്യം അറിയിച്ചത്. 25ഓളം വർഷമായി CPIM പ്രതിനിധീകരിച്ചിരുന്ന മദ്രസപ്പടി വാർഡിൽ നിന്ന് ജയിച്ച PT അബ്ദുവാണ് UDF പാളയത്തിലെ ഹീറോ. കൗണ്ടിംഗ് സെന്ററിനകത്തുള്ള മുസ്ലിം ലീഗിന്റെ UDFന്റെ പ്രവർത്തകരുടെ ആവേശമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. UDF സ്ഥാനാർത്ഥി 22ാം വാർഡായ മദ്രസപ്പടിയിൽ നിന്നും UDF സ്ഥാനാർത്ഥി PT അബ്ദു വിജയിച്ചിരിക്കുന്നു. ആവശ്യമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, 22ാം വാർഡായ മുനിസിപ്പാലിറ്റി 22ാം വാർഡായ മദ്രസപ്പടി ചരിത്രത്തിൽ ഇന്ന് വരെ UDFനോടൊപ്പം നിന്നിട്ടില്ല. സ്ഥിരമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDFന്റെ കുത്തകയായിരുന്ന മദ്രസപ്പടിയിൽ നിന്നാണ് PT അബ്ദു വിജയിച്ചു വന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പരാജയമാണ് ഈ വാർഡിൽ ഉണ്ടായിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി EG രാംദാസ് മാസ്റ്ററാണ് ഈ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. PT അബ്ദു ഈ വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന മറ്റു വാർഡുകൾ 21, 22, 23, 24 വാർഡുകളിലെ ഫലമാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ആകാംക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്നത്. CPMന് ശക്തമായ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു മദ്രസപ്പടി. ഇതുവരെ ഒരു സീറ്റിൽ മാത്രമേ CPM മുനിസിപ്പാലിറ്റിയിൽ LDFന് മുനിസിപ്പാലിറ്റിയിൽ എത്താൻ കഴിഞ്ഞുള്ളൂ എന്നതുകൊണ്ട് തന്നെ മദ്രസപ്പടിയെ CPM ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം